അല്ല എന്നിട്ട് എന്താണ് ശരിക്കും ഉണ്ണിയായിട്ട് സംസാരിച്ചത്? എൻ്റെ ഉണ്ണിയുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, അന്നുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഉണ്ണിയാണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ കണ്ടിട്ടില്ല. ഉണ്ണിയുടെ വേർഷൻ അത് ഉണ്ണീനെ ഒരു ക്ലിപ്പ് മാത്രമാണ് കാണിച്ചത്. ഓക്കെ, അത് മാത്രം കണ്ട് മാനിപ്പുലേറ്റ് ആയിട്ടാണ് ഉണ്ണി വിളിക്കുന്നത്. ഞാൻ അതിന് ശേഷം കൊടുത്ത റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലും ഒരു ദേഷ്യവും വൈരാഗ്യം വരുമല്ലോ, എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചാൽ അന്ന് ശരിയാക്കി തരണം എന്നുള്ളൊരു സാധനത്തിൽ ഞാനും പോയി. പക്ഷെ ടൈം ഹീൽസ് എന്ന് പറഞ്ഞ പോലെ കുറേ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഹീൽ ചെയ്യാൻ തുടങ്ങി. ഹീൽ ചെയ്തതിൻ്റെ മുകളിൽ പിന്നെയും മസാല ഇട്ടത് മാർക്കോ സിനിമേൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇന്നും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ സിനിമേൻ്റെ റിവ്യൂവിൽ എവിടെയും സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അത് ആ രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ രീതിയിൽ അതിന് ഒരു ട്രോളും മീമൊക്കെ വെച്ച് ഉണ്ണിയുടെ ലൈഫിൽ ആ കാലഘട്ടം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഈ റീസെൻ്റിലായിട്ട് അടിയും മേടിച്ച് പോയ ഒരുത്തൻ അതിനിടയിൽ കിടന്ന് നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഉണ്ണിമുതൽ അറിയാതെയാണോ സീക്രട്ട് ഏജന്റിന് അയാൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുക അല്ലേ? പേരുപയോഗിക്കാൻ ഞാൻ പലവട്ടം ഉപയോഗിച്ചുള്ള ചെങ്ങായി ഒരു എന്താ പറയുക, എനിക്കെതിരെ നടന്ന കുറേ PR അറ്റാക്ക്, അതിനെ കുറിച്ചിട്ടിപ്പോൾ റീസെൻ്റ്ലി ഒരു ലേഡി അവർ വേറൊരു കേസിന് അകത്ത് പോയിരുന്നു. ആ ലേഡി എനിക്ക് കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ഒരു കൈൻഡ് ഓഫ് ഫോൾ പ്ലേ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒന്നത്, രണ്ടാമത് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓബിയസ്ലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, പിന്നെ ഒരു ദേഷ്യം ഉണ്ടാവും. ഇപ്പോൾ ഉണ്ണിയാണെങ്കിലും പല ഇൻ്റർവ്യൂസിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിലും ഉണ്ണി മുന്തനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ആ ക്രിക്കറ്റ് ഫീൽഡിൽ അതാണ് തീർന്നു കിട്ടി. ഇപ്പോൾ ഒരു ഫോൺ കോളിനപ്പുറം ഉണ്ടോ ഉണ്ണി മുന്തൻ? ഉണ്ട്, ഓബിയസ്ലി, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഖിൽ മാരാർ, ഉണ്ണി മുന്തൻ, അങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ടായിരുന്നല്ലോ BJP-യുടെ സ്ഥാനാർത്ഥികളോ എന്ന് വെച്ചിട്ട്. എങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചു, പറഞ്ഞു നോ ഡൂഡ്, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെ അറിവിൽ ഉണ്ണി മുന്തൻ ഇപ്പോഴും പ്രത്യക്ഷമായിട്ട് ഞാൻ BJP ആണെന്നോ സംഘപരിവാറാണെന്നോ അല്ലെങ്കിൽ ആ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളോ എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും രാജ്യസ്നേഹി എന്നുള്ള ലേബലിലാണ് നിൽക്കുന്നത്. ഒരു വലിയ മോദി ഇഷ്ടക്കാരനാണ്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടാം, ഒരു നേതാവിനെ ഇഷ്ടപ്പെടാം, അതൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ താല്പര്യമാണ്. പക്ഷെ ആശയം കൺസീവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് BJP അനുകൂലിയാവണമെന്നില്ല. അത്രേ ഉള്ളൂ. ഒരു BJP, സംഘപരിവാർ, മറ്റേ ഹിന്ദുത്വ, ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരണമെന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ പറ്റണം. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല ഇയാള്. ഞാനപ്പോ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണാത്തത് കൊണ്ടാണോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? നോ. അങ്ങനെ ഒരു ഫോൺ കോൾ അപ്പുറത്തുണ്ട്. BJP അനുകൂലിയല്ല എന്ന് അങ്ങനെ പറയാൻ മാത്രം ആളുണ്ട്. ഇല്ല, പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പൊളിറ്റിക്സ് ഉണ്ട്, അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ കാണാത്തത് കൊണ്ടാണോ നമുക്ക് ചോദിക്കണല്ലോ. പണ്ട് അത് ചോദിക്കാൻ പറ്റിയിരുന്നില്ല, അത് ചോദിക്കാൻ പറ്റൂലോ. അപ്പൊ കൃത്യമായിട്ടില്ല, ഞാൻ എവിടെയും പൊളിറ്റിക്സ് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ദാറ്റ് വാസ് ഹിസ് ആൻസർ. ഈ അഖിൽമാരാറിനെ പറ്റി ചോദിക്കണല്ലോ വിശേഷം. ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു റെലവൻസ് അത് നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളും അദ്ദേഹം സിനിമ സംവിധാനം ചെയ്ത സിനിമകളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ലൈവിൽ പറയുന്നുണ്ട്. അല്ലാതെ ഒഫീഷ്യലി അങ്ങനെ പ്രത്യേകിച്ച് ഹാപ്പനിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതർ ദാൻ മിഡ് നൈറ്റ് അറ്റ് മുള്ളൻകൊല്ലി എന്നുള്ളൊരു ശ്രമം അല്ലാതെ ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പൊ ഈ റെലവൻസ് കുറയുമ്പോൾ പിന്നെയും സഹിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമായിട്ട് മാത്രമായിട്ടാണോ സീക്രട്ട് ഏജന്റിന് തോന്നിയിട്ടുള്ളത്? അഖിലിന് ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനത് ഇതിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ അഖിലിനെ ഞാൻ പരിചയപ്പെടുന്നത് ജനം TV നടക്കുന്ന ഡിബേറ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സിയാദ് കോക്കറുള്ള ഒരു വേദിയിൽ കച്ചറയായി. അന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് അഖിൽ എന്നെ വിളിച്ച് പറയുന്നത്, സായി എനിക്ക് നിന്നോട് അങ്ങനത്തെ സീനൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഇയാളൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കഴിഞ്ഞിട്ടാട്ടോ എന്നെ വിളിക്കണേ. ആ പോസ്റ്റ് വാസ് ലൈക്ക്, ഞാനും ഖാദർ കരിപ്പൊടി, ഞങ്ങൾ സുഡാപ്പീസ്, ഈ പറഞ്ഞ SDPI ഇതിന്റെയൊക്കെ എന്താ ചാരന്മാരാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര വലിയ വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് ഭയങ്കര ഹേർട്ട് ചെയ്യും നമ്മള്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടീന്റെ ആളാന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളാകെ ഇതാവുമല്ലോ. അപ്പൊ നമ്മളത് സംസാരിച്ച് തുടങ്ങിയ ബന്ധമാണ് ഞാനും അഖിൽമാരും. അന്ന് മുതലേ അഖിൽമാരൊരു ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സീസണിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പമാണ് കോള് വന്നത്, ഇന്റർവ്യൂ ഞങ്ങൾ ഒപ്പാണ് അറ്റൻഡ് ചെയ്തത്. സോ ആ ടൈമിൽ നമ്മൾ ഭയങ്കര സംസാരമാണ്, ഞങ്ങൾ രാത്രി മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
ഈ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പ്രോസ്പെക്റ്റ് ഉണ്ട്. ഭാവിയിൽ രാഷ്ട്രീയം അയാൾ എടുത്തു വെച്ചൊരു ഐഡിയ ആണ്. അതില്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അഖിൽ മാരാർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് എപ്പോൾ വേണേ അയാൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അത് അയാൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയം എന്നുള്ള അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ പല സാഹചര്യങ്ങളിലായിട്ട് അയാൾ, എനിക്ക് തോന്നിയിട്ടുള്ളത്, പല തോണിയിൽ കാലിട്ട് പോവുമായിരുന്നു. ഏത് കിട്ടിയാലും ഞാൻ എടുക്കും, എനിക്ക് എവിടെയും സീറ്റ് കിട്ടിയാൽ മതി, ഈ മെന്റാലിറ്റി ആയിരുന്നു. കാരണം അയാളുടെ ഒരു പാസ്റ്റിൽ അയാൾക്ക് കിട്ടിയ രാഷ്ട്രീയപരമായിട്ടുള്ള അടികൾ അങ്ങനെ ആയതുകൊണ്ട് അയാൾ ആരും വിശ്വസിക്കാത്തതായിരിക്കാം. അതുകൊണ്ടാവും അയാൾ പല തോണി കാലിട്ടത്. അങ്ങനെ അയാളിലൂടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കണ്ടത് പല സമയങ്ങളിൽ ഈ പറഞ്ഞ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ വാക്കുകൾ ചില സമയത്ത് കോൺഗ്രസിന്റെ മൗത്ത് പീസ് ആയിട്ടുണ്ട്. ഒരു ലൈസൻസിന്റെ ഇഷ്യൂ വന്നിട്ട് ലാസ്റ്റ് അയാൾക്ക് ലൈസൻസും RC ബുക്കും കിട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ പൊക്കി പറഞ്ഞു. അപ്പൊ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിരുന്നില്ല. ബട്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം അയാൾക്ക് ഡെഫിനറ്റ്ലി അയാളുടെ എന്താ പറയാ മാനിഫെസ്റ്റേഷൻ ലിസ്റ്റിലുള്ളതാണ്. പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളത് അയാൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. അതിലേക്കൊരു വഴി മാത്രമാണ് എന്തായത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ അയാൾക്ക് ഒരു ഫെയിം കൊടുത്തു. ഇപ്പൊ അയാൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സുഖം. പണ്ട് ഡയറക്ടർ ആയിട്ടിരുന്ന അഖിൽ മാരാർക്ക് ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതാരും എടുക്കില്ല. പക്ഷെ ഇന്ന് അയാൾക്ക്, ഇപ്പൊ ഞാൻ പല വേദികളിൽ, കോൺഗ്രസിന്റെ വേദികളിൽ, ഇപ്പൊ ഞാന് നമ്മുടെ മാത്യു കുഴൽനാടൻ നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫ്യൂച്ചർ പൊളിറ്റിക്സ് എന്ന്. അതിനകത്ത് VD സതീശൻ ഉണ്ട്, മാത്യു കുഴൽനാടൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കോൺഗ്രസിന്റെ നേതാവ്. ആ വേദിയിൽ അഖിൽ മാരാർ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 വേദിയിലൊക്കെ അഖിൽ മാരാർ വന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പാർട്ടി ഇൻസൈഡിൽ നിന്ന് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം UDF പാർട്ടിയിലെ നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സെക്രട്ടറീസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഇവരോട് സംസാരിക്കുമ്പോൾ അഖിലിന്റെ നെഗോസിയേഷൻസ് എനിക്കറിയാം. സോ നമുക്കറിയാം, ഓക്കെ ഇയാളുടെ മോട്ടീവ് ഇതാണ്, അയാൾക്ക് സീറ്റ് വേണം, ശ്രമിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആ സാധനത്തിന് അയാൾക്ക് വർക്കൗട്ട് ആയില്ല. വാട്ട്സ് ദ നെക്സ്റ്റ് ഓപ്ഷൻ? ഇയാൾ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്. ഒരു നോർമൽ എന്താ പറയുക, ഇപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞ റോബിനൊരു പൊട്ടത്തരാണ് കാണിച്ചത്. ഞാൻ സംഖ്യ എന്ന് തുറന്നു പറഞ്ഞു, പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ല. ബട്ട് ഇപ്പോൾ ഈ ഇന്റർവ്യൂ ഒന്നും ഔട്ട് ചെയ്യാൻ എനിക്കറിയില്ല. ബട്ട് നിയർ ഫ്യൂച്ചറിൽ അയാൾക്ക് എന്ത് കിട്ടും, മെമ്പർഷിപ്പും കിട്ടും, എല്ലാ പരിപാടിയും അയാളത് ഓണാണ്. പക്ഷെ അയാളത് ഭയങ്കര ഏർലി ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, പറഞ്ഞ് സംഖ്യയായി, സ്വയം സംഖ്യയായി. പക്ഷെ അഖിൽ അവിടെയും ബുദ്ധിപൂർവ്വം കളിച്ചു. ചാണകക്കുഴിയിൽ ചാടിയതുമില്ല, ഇന്ന് അതിന്റെ വക്കത്ത് വരെ വന്ന് നിൽക്കും ചെയ്തു. ഇനി നാളെ വേണമെങ്കിൽ ആ പാർട്ടിയെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് തന്നെ ചാടും ചെയ്യാം. ശരിക്കും ഇതൊരു നമ്മളെ അൻവർക്കുണ്ട്, അൻവറിന്റെ ഒരു സ്ട്രാറ്റജിയാണ്, അൻവറിന്റെ ഒരു 144p അതാണെങ്കില്. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും സിംഹവാടാന്ന് കാണിച്ച അൻവറുണ്ട്, കാണിക്കാൻ പോയ അൻവർ. അതേപോലെ അതായത് ഞാൻ അവിടുന്ന് പോന്നു, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, ഇന്നങ്ങൾ വേണമെങ്കിൽ എടുത്തോളി എന്നാണ് ആരോട് പറഞ്ഞത്, കോൺഗ്രസ്സുകാരോട് അൻവർ പറഞ്ഞത്. അതേപോലെ കോൺഗ്രസ് നിന്ന് പോകുന്നു, 2020 കയറി, ഇനി ഒരു ഇലക്ഷൻ നേരിട്ടിട്ട് തോറ്റാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് 10 സീറ്റ് ഇവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത വട്ടം കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കും. അത്ര മതി. ഇപ്പൊ എല്ലാം ജയിക്കാൻ വേണ്ടി ഇപ്പൊ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു സീറ്റിൽ നിന്നിട്ട് അങ്ങോട്ട് ജയിക്കാന്നല്ല, തോൽക്കുന്ന തോൽവിയുടെ പ്രഹരം കുറച്ച് ഡീസന്റ് ആയിട്ട് തോൽക്കുക, അതൊരു ജയാണ്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിയാണ് അഖിൽ മാരാർക്ക് ഉള്ളത്.